ഗുഡ് മോർണിംഗ്. അടുത്ത ചേഞ്ചിങ് ടൈംസ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആനുവലി ആയിരുന്നു. അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യം വെച്ച്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ടോട്ടൽ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയാണ് സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് കൂടെ കൂട്ടി, സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടി തേർഡ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ട് എടുക്കുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ലെങ്തി ആയിട്ട് ചെയ്തു. അതിനുശേഷം ഇക്വേഷൻ ഉപയോഗിച്ച് A=P × 1 + R/100 ഉപയോഗിച്ച് n ഇയേഴ്സിന് ശേഷം ടോട്ടൽ എത്ര എമൗണ്ട് നമുക്ക് കൈ കിട്ടും, അതായത് പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും എല്ലാം കൂടെ ചേർത്ത് എത്ര രൂപ നമുക്ക് കൈ കിട്ടും നമ്മളൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ നേരിട്ടത്. ഇവിടെ ഇൻട്രസ്റ്റ് ഇയർലി അല്ല, ഹാഫ് ഇയർലി ആൻഡ് ക്വാർട്ടർലി. ഹാഫ് ഇയർലി എന്ന് വെച്ചാൽ ഇയറിൻ്റെ ഹാഫ് 6 മാസം, ഇയറിൻ്റെ ഹാഫ് ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 months ആണ്. അപ്പോൾ ഇയറിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 6 months കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കാണുക. ക്വാർട്ടർലി ആകുമ്പോൾ 3 months കൂടുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ ഹാഫ് ഇയർലി ആകുമ്പോൾ നമുക്ക് ഒരു വർഷം എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് വരും. ഫസ്റ്റ് 6 months, ദെൻ സെക്കൻഡ് 6 months. ക്വാർട്ടർലി ആകുമ്പോൾ ആദ്യത്തെ 3 മാസം, പിന്നത്തെ 3 മാസം, അങ്ങനെ 4 പ്രാവശ്യം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴാണ് ഒരു വർഷത്തെ കഴിയുമ്പോൾ എമൗണ്ട് കിട്ടുന്നത്. നമുക്ക് നോക്കാം. അമ്പിളി ഡെപ്പോസിറ്റഡ് 12,000 rupees in a bank which pays interest compounded half yearly. ഹാഫ് ഇയർ ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദി ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 8%. ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8% ആണ്. ഹൗ മച്ച് വുഡ് ഷീ ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 1? ഒരു വർഷത്തിന് ശേഷം എത്ര രൂപ തിരികെ കിട്ടും? അടുത്തത്, സപ്പോസ് അമ്പിളി ഡെപ്പോസിറ്റഡ് ദി സെയിം എമൗണ്ട് അറ്റ് ദി സെയിം ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് 12,000 തന്നെ റേറ്റ് 8%ൽ മറ്റൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് വിച്ച് കാൽക്കുലേറ്റ്സ് ഇൻട്രസ്റ്റ് ക്വാർട്ടർലി. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹൗ മച്ച് വുഡ് ഷീ ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 1 year? അപ്പോൾ ക്വാർട്ടർലി ഈ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ അമ്പിളിക്ക് എത്ര രൂപ കിട്ടും? ഹാഫ് ഇയർലി ആയാൽ എത്ര കിട്ടും? ക്വാർട്ടർലി ആയാൽ ഒരു വർഷം കഴിയുമ്പോൾ എത്ര കിട്ടും എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഹാഫ് ഇയർലി നോക്കാം. ഹിയർ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് P = 12,000 rupees, റേറ്റ് 8%. ഹാഫ് ഇയർലി ആകുമ്പോൾ 1 year എന്ന് പറയുന്നത് 2 half years ചേർന്നതാണ് അല്ലേ? അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് P1 12,000, റേറ്റ് ആനുവൽ റേറ്റ് ആണ് 8%. അപ്പോൾ ഹാഫ് ഇയർലി റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് 4% എന്ന് വരും. അപ്പോൾ P1 12,000 ആകുമ്പോൾ I1 എന്ന് പറയുന്നത് 12,000 × 4/100, ദറ്റ് ഈസ് 480. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അതല്ല എങ്കിൽ I = PNR അല്ലേ, അതേ ഇത് വെച്ചിട്ട് I1 = ഹാഫ് ഇയർലി ആകുമ്പോൾ 12,000 × നമ്മളിവിടെ n എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഹാഫ് എടുത്ത് നമ്മൾ ചെയ്യുന്നത്. n എന്ന് പറയുന്നത് എത്ര വരും? 1/2 അല്ലേ? ഹാഫ് ഇയർ ആകുമ്പോൾ 1/2 × 8/100. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇവിടെ 12,000 × 4/100 കിട്ടും. അത് നമ്മൾ ചുരുക്കിയാണ് റേറ്റ് അങ്ങ് ഹാഫ് ആക്കി എടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇയർ ഇൻട്രസ്റ്റ് ആണ് 480. P2 സെക്കൻഡ് ഹാഫ് ഇയറിൽ ആദ്യമുള്ള പ്രിൻസിപ്പൽ എമൗണ്ട്, ദറ്റ് ഈസ് P1 + I1, 12,000 + 480, 12,480. ഇനി I2 എന്ന് പറയുന്നത് 12,480 × 4/100, അത് 499.20. ഇനി ഈ 20 എന്നുള്ളത് പോയിന്റിന് ശേഷം വരുന്ന അത് 5 അതിൽ കൂടുതലോ ആണെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ അതല്ലാത്തതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ P3 എന്ന് പറയുന്നത് P2 I2 കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് വരും?
12,480 പ്ലസ് 499, അത് ആഡ് ചെയ്യുമ്പോൾ 12,979 കിട്ടും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഒരു വർഷമാകുമ്പോൾ ഹാഫ് ഇയർ ആകുമ്പോൾ 2 പ്രാവശ്യം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഒന്നുകിൽ എന്നിന് 1/2 കൊടുത്ത് ചെയ്യുക, അതല്ല എങ്കിൽ n കൊടുക്കാതെ p × 6 ഹാഫ് ആക്കി കൊടുത്ത് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു വർഷം ആകുമ്പോൾ 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 2 വർഷം ആകുമ്പോൾ 4 പ്രാവശ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അമ്പിളിക്ക് ഒരു വർഷം കഴിയുമ്പോൾ തിരികെ കിട്ടുന്നത് 12,979 റുപ്പീസാണ് ഹാഫ് ഇയർലി ആകുമ്പോൾ. അടുത്തത് ക്വാർട്ടർലി, അതായത് ഒരു വർഷം എന്ന് പറയുന്നത് 4 ക്വാർട്ടർ ഇയർ ചേരുന്നതാണ്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ നമുക്ക് റേറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം, അതല്ല എങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു n എന്ന് പറയുന്നത് 1/4 ഇൻറ്റു r/100. ഇതിന് എളുപ്പത്തിനാണ് ഇവിടെ വെച്ച് തന്നെ അങ്ങ് ചെയ്തിട്ട് r/4 ആക്കും. അതായത് ഇവിടെ കിട്ടുന്ന റേറ്റ് 8 ആണെങ്കിൽ അത് 2 ആക്കി നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ എന്നിൻ്റെ കൊടുത്തിട്ടായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ടെക്സ്റ്റിൽ ആ റേറ്റ് കുറച്ചിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്, n കൊടുക്കാതെ. ഇപ്പോൾ I1 = 12,000 × 2/100. 8% ആയിരുന്നു ഇയർലി ഉള്ളത് ആനുവൽ ഇൻട്രസ്റ്റ്. അത് നമുക്ക് ക്വാർട്ടർലി ആയപ്പോൾ അതിൻ്റെ 1/4 എന്ന് പറയുന്നത് 2% എന്ന് വന്നു. അപ്പോൾ I1 കണ്ടുപിടിച്ചു. P2 എന്ന് പറഞ്ഞാൽ P1 + I1 P2 കിട്ടി. അത് കഴിഞ്ഞ് I2 കണ്ടുപിടിച്ചു. നമ്മൾ നേരത്തെ പോലെ ചെയ്യുന്ന പോലെ തന്നെ P3 I3 P4 I4. ഇത് കഴിഞ്ഞ് P4 I4 ആഡ് ചെയ്യുമ്പോൾ P5. അതാണ് 4th ഇയർ കഴിയുമ്പോൾ അമ്പിളിക്ക് കിട്ടുന്ന എമൗണ്ട്. 12,990 എന്ന് വരും. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വന്നത് എത്രയായിരുന്നു? 12,979 എന്ന് വന്നു. ഇവിടെ 12,990 എന്ന് വന്നു. അപ്പോൾ ക്വാർട്ടർലി നമുക്ക് 10 രൂപയുടെ 11 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് 12,000 റുപ്പീസ് ആകുമ്പോൾ അപ്പോൾ നമുക്ക് എമൗണ്ട് കൂടി ലാക്സ് ഓഫ് റുപ്പീസ് ആകുമ്പോൾ അതനുസരിച്ച് വ്യത്യാസം വരും. ഇയർലിയും ക്വാർട്ടർലിയും ആനുവലിയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തമ്മിൽ വളരെ ഡിഫറൻസ് വരും. ഒരേ റേറ്റ് ആണെങ്കിൽ ക്വാർട്ടർലി ആയിരിക്കും നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതേ ലെങ്തി ആയിട്ട് നമ്മൾ ഒരു വർഷത്തെ കാൽക്കുലേറ്റ് എത്ര നീളത്തിൽ ചെയ്യണമല്ലേ? അപ്പോൾ ഇതൊന്ന് ഷോർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഇക്വേഷനുണ്ട്. ഹാഫ് ഇയറിനും ക്വാർട്ടർലി ഇയറിനും ഇതേപോലെ തന്നെ ഇക്വേഷനുണ്ട്. ആ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. ഹാഫ് ഇയറിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A = P × 1 + r/2/100 2n. അതായത് n എന്ന് പറയുന്നത് 1 ആകുമ്പോൾ 2 പ്രാവശ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. റേറ്റ് നമ്മൾ ഹാഫ് ആക്കുന്നുണ്ട്. നമ്മൾ 8% എന്നുള്ളത് 4% ആക്കിയില്ലേ, അതേ രീതി നമുക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ക്വാർട്ടർലി ആകുമ്പോൾ എന്ത് വരും? P × 1 + r/4. നമ്മൾ 8% 2% ആക്കിയില്ലേ, അതേപോലെ. അപ്പം നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് ഡയറക്റ്റ് കിട്ടുകയാണ് ഇതുപയോഗിച്ച്. പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് നമുക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. ഹാഫ് ഇയർലി ആകുമ്പോൾ നമ്മുടെ ആ ഇയർലി ഉള്ള ഇക്വേഷനകത്തിലുള്ള ഡിഫറൻസ് നോക്കിക്കേ. ഹാഫ് ഇയർലി ആകുമ്പോൾ r/2 വരും, (2n) വരും. ക്വാർട്ടർലി ആകുമ്പോൾ r/4 വരും, (4 വരും. ഇയർലി ആകുമ്പോൾ r/100 / ഒന്നും വരത്തില്ല. അതേപോലെ നമുക്കത് വെച്ചിട്ട് നമുക്ക് ഇതേ പ്രോബ്ലം ഒന്ന് നോക്കാം. 12,000 റുപ്പീസാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ ഹാഫ് ഇയർലിയുടെ പീരീഡ് അവിടുത്തെ നമ്മൾ 12,000 കൊടുക്കുക. 1 + r/2. r എന്ന് പറഞ്ഞാൽ 8%, r/2 4%. 2 × 2n 2 × 1. അപ്പോൾ 12,000 × 1 + 4/100 2 എന്ന് വരും. നമുക്കറിയാമല്ലോ, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ 104/100 2 എന്ന് വരും. 12,000 × 104 × 104 ÷ 100 × 100.
അപ്പോൾ 3 zeros നമ്മൾ വെട്ടിക്കളയും. ബാക്കി 12 × 104 × 104 12,979 rupees നമുക്ക് കിട്ടും. നമ്മൾ ചെയ്ത ലെങ്തി ആയിട്ട് ചെയ്ത് കിട്ടിയ ആൻസർ തന്നെ. അടുത്തത് ക്വാർട്ടർലി നോക്കിക്കേ. ഇക്വേഷനിൽ എന്ത് വ്യത്യാസം വരും? പി അത് തന്നെ. ആർ എന്നുള്ളത് R/4 ആകും. 8 എന്നുള്ളത് 8% എന്നുള്ളത് 2%. n എന്നുള്ളത് 4n ആകുന്നു. 4 × 1 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആൻസറിനകത്ത് ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ചെയ്തത് 12,990 വന്നു. 12,989 ആണ് നമ്മൾ ഇക്വേഷൻ വെച്ചപ്പോൾ ചെയ്തപ്പോൾ വരുന്നത്. അതിന് കാരണം നമ്മൾ ഇവിടെ രണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നെക്സ്റ്റ് ഡിജിറ്റിലോട്ടാക്കുന്നുണ്ട്. കണ്ടോ? 30 പൈസ രണ്ടിടത്തല്ല. ഇവിടെ 20 പൈസ, ഇവിടെ 30 പൈസ, ഇവിടെ 30 പൈസ. കണ്ടോ? എത്ര വ്യത്യാസം വരും നോക്കിക്കേ. 30 + 30 60, 60 + 20 80 പൈസ നമ്മൾ ഡിഫറൻസ് വരും. ആ 80 പൈസയുടെ ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് നമുക്ക് 80 ഇവിടെ ഓരോ സ്റ്റെപ്പിലും കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതേ എമൗണ്ട് ഇട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 12,989 വരത്തുള്ളൂ. അപ്പം നമ്മളിവിടെ എല്ലാം പോയിന്റ് കഴിഞ്ഞിട്ട് 5 അതിൽ കൂടുതലോ നമ്മൾ കറക്റ്റ് ചെയ്ത് പോയത് കൊണ്ടാണ് നമുക്ക് ഇത് തമ്മിൽ 1 രൂപയുടെ വ്യത്യാസം നമുക്ക് വന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം ഏതാണ്? നമ്മുടെ ഇക്വേഷൻ വെച്ചാണ്. അപ്പം നിങ്ങളിവിടെ അതേപോലെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതുപോലെ വലിയ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പോൾ സീറോസ് ഉള്ളത് ഡിവൈഡ് ചെയ്യുക. പിന്നെ ഈ 12ഉം 100ഉം ഒക്കെ ആയിട്ട് വെട്ടിക്രിയ ചെയ്ത് ചെയ്യാൻ പോകരുത്. ഇപ്പോൾ ഇവിടെ 12 100 10ഉം കൂടെ വെട്ടാം. 6 5 എന്ന് വരും. അപ്പം നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരും. അതായത് 5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിൽ സീറോസ് ഉള്ളത് നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്നത് എൻഡിൽ വരുന്ന സീറോസ് നമ്മൾ അത്ര എമൗണ്ട് വെട്ടിക്കളയുക. ബാക്കിയുള്ളത് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എത്ര പ്ലേസാണ്? 1 2 3 ആ 3 പ്ലേസ് ലെഫ്റ്റിലേക്ക് നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തിരി എളുപ്പത്തിന് 102 × 102 കാണുക. അപ്പോൾ 102 × 102 കാണുമ്പോൾ ഇത് കിട്ടത്തില്ലേ? അതേ ആൻസർ ആയിരിക്കും ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും. അപ്പോൾ ഇത് തമ്മിൽ ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു, അതിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും ടോട്ടൽ മൾട്ടിപ്ലിക്കേഷൻ ആയില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഇതുകൊണ്ട് വീണ്ടും ഇതുകൊണ്ട് വീണ്ടും ഇതുകൊണ്ട് അത്രയും പോകണ്ടേ? അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അത് തന്നെ ആയിരിക്കും ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ ആ ആൻസർ ആണല്ലോ ഇവിടെ കിട്ടുന്നത്, അതുകൊണ്ട് ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്തിരി ലെങ്തിയാണ്, കാൽക്കുലേറ്റർ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ കാൽക്കുലേഷനിൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയാം എന്ന് പറയും, പക്ഷേ നിങ്ങൾക്ക് 10th എക്സാം വരെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അനുവാദമില്ല. അപ്പം നിങ്ങളത് അതിനനുസരിച്ച് തന്നെ ചെയ്ത് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതല്ല നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരും. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, നമ്മൾ സ്ഥിരം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് വരുന്നത്. അത് 1-2 ഇപ്പം നിങ്ങൾ സ്കൂൾ ക്ലാസ് ഉണ്ടായിരുന്ന ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യത്തില്ലേ? അപ്പോൾ അത് അവനവൻ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ഇത്തിരി ലെങ്തിയാണ്, മടി പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാതിരിക്കരുത്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓർക്കേണ്ട കാര്യം നമ്മൾ ഏറ്റവും ചെറുതാക്കി എങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരിക്കലും ഈ ഡിനോമിനേറ്ററുമായിട്ട് വെട്ടിക്രിയ ചെയ്യാൻ പോകരുത്. അങ്ങനെയാകുമ്പോൾ പിന്നെ നിങ്ങൾ ഡിവിഷൻ കൂടെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ട് എത്ര ഡെസിമൽ ഉണ്ടോ അത്രയും ഡെസിമൽ ലെഫ്റ്റിലേക്ക് നീക്കി പോയിന്റ് ഇടുക എന്നുള്ളതേ ഉള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾ വലിയൊരു നമ്പർ കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യേണ്ട കേസ് കൂടെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരിയും കൂടി കോംപ്ലിക്കേഷൻ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ.